വെൽക്കം ടു ഈസി ലെസൺസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻഫിക്സ് ടു പോസ്റ്റ് ഫിക്സ് കൺവേർഷൻ. അതായത് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ദർ ആർ 3 types ഓഫ് എക്സ്പ്രഷൻസ്. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസിനെ നമുക്ക് പല രീതിയിൽ ഡിനോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഇൻഫിക്സിനെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനായിട്ട് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്, അതായത് നമ്മളുടെ കയ്യിൽ എന്തുണ്ടാവും, ഒരു ഇൻഫിക്സ് എക്സ്പ്രഷൻ ഉണ്ടാവും. അതായത് ഇൻഫിക്സ് എക്സ്പ്രഷനെ കണ്ടോ, ഇങ്ങനൊരു ക്യാരക്ടർ അറേയിൽ ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, a+b/c എന്ന് പറഞ്ഞൊരു ഇൻഫിക്സ് എക്സ്പ്രഷനെ. ഇതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു സ്റ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാനൊരു 8 സൈസുള്ളൊരു സ്റ്റാക്കാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രോസസ്സ് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ab+c ഇങ്ങനെയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺവേർഷൻ എന്ന് നോക്കാം. ഒരു ഇൻഫിക്സിനെ പോസ്റ്റ് ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ്റെ എൻഡിലേക്ക്, അതായത് ഇൻഫിക്സ് എക്സ്പ്രഷൻ്റെ എൻഡിലേക്ക് ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് ആഡ് ചെയ്യണം. അതുപോലെ നമ്മുടെ സ്റ്റാക്കിലേക്ക് ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റിനെ പുഷ് ചെയ്യണം. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീടാണ് നമ്മൾ റിയൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വി ഹാവ് ടു സ്കാൻ ദ ഇൻഫിക്സ് എക്സ്പ്രഷൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അൺടിൽ ദ നൾ ക്യാരക്ടർ ഈസ് എൻകൗണ്ടേർഡ്. 1 by 1 ക്യാരക്ടേഴ്സ് ആയിട്ട് എടുത്ത് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കണം. നോക്കുമ്പോൾ നമ്മൾ 4 തരത്തിലുള്ള കമ്പോണൻസ് ആണ് കാണാൻ സാധ്യതയുള്ളത്. either it will be an opening bracket or it will be a closing braces or it may be an operand or an operator. ഇങ്ങനെ 4 കമ്പോണൻസ് ആണ് ഒരു ഇൻഫിക്സ് എക്സ്പ്രഷനിൽ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇതിൽ 4 എണ്ണത്തിനെയും കാണുമ്പോൾ 4 രീതിയിലാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്പണിംഗ് ബ്രാക്കറ്റിനെ എന്ത് ചെയ്യണം, ക്ലോസിംഗ് ബ്രാക്കറ്റിനെ കണ്ടാൽ എന്ത് ചെയ്യണം, ഓപ്പറാൻഡിനെ കണ്ടാൽ എന്ത് ചെയ്യണം, ഓപ്പറേറ്ററിനെ കണ്ടാൽ എന്ത് ചെയ്യണം. ഈ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ we will obtain the corresponding postfix expression. നമ്മളൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ a+b+c, അത് ഫുള്ള് ബ്രാക്കറ്റിലാണ്, മൈനസ് അടുത്ത ബ്രാക്കറ്റ്സിൻ്റെ ഉള്ളിൽ d-e. അതിൽ d ബൈ മിസ്റ്റേക്ക് ക്യാപ്സിലായതാണ് കേട്ടോ, d/e. ഇനി ഇത് ഞാനൊരു ക്യാരക്ടർ അറേയിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇതിനെ നമ്മൾ പോസ്റ്റ് ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പോവാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു എക്സ്പ്രഷൻ്റെ എൻഡിൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്റ്റാക്കിൻ്റെ ബിഗിനിങ്ങിൽ ഞാനൊരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് പുഷ് ചെയ്തിട്ടുണ്ട്. സ്റ്റാക്കിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, സ്റ്റാക്കിൽ നമ്മൾ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് പുഷ് ചെയ്തിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എക്സ്പ്രഷനെ ലെഫ്റ്റ് തുടങ്ങി റൈറ്റ് വരെ നമ്മൾ സ്കാൻ ചെയ്യാണ്. ഓക്കെ, സ്കാൻ ചെയ്യുന്ന സമയത്ത് ഈ എക്സാമ്പിളിൽ നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ആരെയാണ് കാണുന്നത്, 0th പൊസിഷനിൽ ഓപ്പണിംഗ് ബ്രേസസിനെയാണ് കാണുന്നത്. ഓപ്പണിംഗ് ബ്രേസസിനെ കണ്ടാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കേണ്ടതില്ല, ജസ്റ്റ് പുഷ് ഓൺ ടു ദ സ്റ്റാക്ക്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ അല്ലേ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തത്, ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റിനെ കാണുന്നു. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഓപ്പണിംഗ് ബ്രാക്കറ്റിനെ കണ്ടപ്പോൾ സ്റ്റാക്കിന് ഓൾറെഡി ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് നമ്മൾ പുഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റും കൂടി നമ്മൾ പുഷ് ചെയ്തു. ഓക്കെ, സെക്കൻഡ്ലി നമ്മൾ വീണ്ടും സ്കാൻ ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് പൊസിഷനിൽ ആരെയാണ് കാണുന്നത്, എ എന്ന് പറഞ്ഞൊരു ഓപ്പറാൻഡിനെയാണ് കാണുന്നത്. ഓക്കെ, സോ നമുക്കറിയണം ഓപ്പറാൻഡിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. ഓപ്പറാൻഡിനെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാനുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇഫ് എൻ ഓപ്പറാൻഡ് ഈസ് എൻകൗണ്ടേർഡ്, ജസ്റ്റ് സ്റ്റാക്കിന് നമുക്കൊന്നും ചെയ്യണ്ട, മറിച്ച് ഇപ്പോൾ കിട്ടിയ ഓപ്പറാൻഡിനെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു അറേ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, ആ അറയിലേക്ക് ഈ എനെ നമ്മൾ എടുത്തു വയ്ക്കണം. അപ്പോൾ എ എന്ന് പറയുന്നത് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു അറേ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ കാണുന്നത് ഒരു പ്ലസ് സിമ്പലിനെയാണ്. പ്ലസ് ഇസ് എൻ ഓപ്പറേറ്റർ ആൻഡ് ഓപ്പറേറ്ററിനെ എൻകൗണ്ടർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഗോ ടു ദ സ്റ്റാക്ക് ആൻഡ് ലുക്ക് വെദർ ദർ ഈസ് എനി ഓപ്പറേറ്റർ ഇൻ ഇറ്റ്.
ഇനി ഓപ്പറേറ്റർ അതിലുണ്ടെങ്കിൽ തന്നെ ഇപ്പം ഇവിടെ ഈ കേസിൽ നമ്മുടെ സ്റ്റാക്കിൽ ഓപ്പറേറ്റേഴ്സ് ഇല്ല. ഓപ്പറേറ്റേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കേണ്ടത് എന്താണ്, ഇപ്പം നമുക്ക് എൻകൗണ്ടർ ചെയ്ത ഓപ്പറേറ്ററിനേക്കാളും പ്രസിഡൻസ് കൂടുതലുള്ളതോ അല്ലെങ്കിൽ അതേ പ്രസിഡൻസ് ഉള്ള ഏതെങ്കിലും ഓപ്പറേറ്റേഴ്സ് സ്റ്റാക്കിലുണ്ടോ എന്നായിരുന്നു നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഒരു കേസിൽ നമുക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇപ്പം കിട്ടിയ ഓപ്പറേറ്ററിനെ നമ്മൾ പുഷ് ചെയ്യുന്നു, വെറുതെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. കണ്ടോ, സ്റ്റാക്കിൽ ഇപ്പോൾ 2 ഓപ്പണിംഗ് ബ്രേസസ് ഉണ്ട്, പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്റർ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും നമ്മൾ സ്കാനിങ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ബി എന്ന് പറഞ്ഞ ഓപ്പറാൻഡിനെയാണ് കാണുന്നത്. And we have already told that while an operand is encountered, we have to just add it to the postfix expression. അപ്പോൾ ബീനെ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷനിലേക്ക് വെറുതെ ആഡ് ചെയ്ത് വെച്ചു. സോ നെക്സ്റ്റ് സ്കാൻ ചെയ്യുമ്പോൾ വീണ്ടും നമുക്കൊരു ഓപ്പറേറ്റർ ആണ് കിട്ടുന്നത്. When the operator is encountered, we have to check the previous stage of the stack whether there is any operator having the equal or higher precedence than the operator encountered now is already present in the stack. സ്റ്റാക്കിൽ ഇപ്പം കണ്ട ഓപ്പറേറ്ററിൻ്റെ അതേ പ്രസിഡൻസോ ഈക്വൽ പ്രസിഡൻസോ ഉള്ള ആരെങ്കിലും ടോപ്പിലുണ്ടോ നോക്കണം. അപ്പം ഇവിടെ നോക്കുമ്പോൾ ഒരു പ്ലസ് ഉണ്ട് സ്റ്റാക്കിൻ്റെ ടോപ്പിൽ. അപ്പോൾ പ്ലസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടതും ഒരു പ്ലസ് ആണ്. പ്ലസിൻ്റെ അതേ പ്രസിഡൻസ് ഉള്ള പ്ലസിനെ കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ, ഇഫ് സച്ച് ആൻ ഓപ്പറേറ്റർ ഈസ് എൻകൗണ്ടേർഡ് ഇൻ ദ സ്റ്റാക്ക്, pop that operator from the stack and add it to the postfix expression. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഈ പ്ലസിനെ എടുത്തിട്ട് നമ്മുടെ AB+ന്റെ കൂടെ ABയുടെ കൂടെ ആഡ് ചെയ്യണം. കണ്ടോ, പ്ലസ് കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇപ്പം കിട്ടിയ പ്ലസിനെ ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. അതാണ് ഞാൻ വേറൊരു കളറിലിട്ടത്, അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പം നേരത്തെ കിടന്നിരുന്ന ആ ഒരു പ്ലസ് സിമ്പലല്ല അവിടെ ഉള്ളത്. ആ പ്ലസിനെ നമ്മൾ പുറത്തേക്ക് എടുത്ത് പ്രിന്റ് ചെയ്തു, പോസ്റ്റ്ഫിക്സിൻ്റെ കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് ഇപ്പോൾ കിട്ടിയ പ്ലസിനെ നമ്മൾ അതിലേക്ക് പുഷ് ചെയ്ത് വെച്ചു. ഓക്കെ, നെക്സ്റ്റ് അഗെയിൻ വെൻ ദ സ്കാനിങ് ഈസ് കണ്ടിന്യൂഡ്, വി വിൽ ബി എൻകൗണ്ടേർഡ് വിത്ത് ആൻ ഓപ്പറാൻഡ് സി എന്ന് പറഞ്ഞ ഓപ്പറാൻഡിനെ കാണുന്ന സമയത്ത്, ഓപ്പറാൻഡിനെ കാണുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു വി ഹാവ് ടു ആഡ് ഇറ്റ് ടു ദ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ. സോ AB+C എന്നായി. വീണ്ടും നമ്മൾ സ്കാനിങ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഒരു ക്ലോസിംഗ് പാരാന്തസിസ് ആണ് കാണുന്നത്. ക്ലോസിംഗ് പാരാന്തസിസിനെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ല. ക്ലോസിംഗ് ബ്രാക്കറ്റ്സ് കാണുമ്പോൾ നമ്മൾ സ്റ്റാക്കിൻ്റെ പ്രീവിയസ് സ്റ്റേജ് ഒന്ന് നോക്കണം. എന്നിട്ട് അതിൽ നിന്ന് പോപ്പ് ചെയ്ത് ഓരോ ഓപ്പറേറ്റേഴ്സ്, ഏത് ഓപ്പറേറ്റർ ആയിക്കോട്ടെ, അതിനെ പോപ്പ് ചെയ്ത് പോസ്റ്റ്ഫിക്സിലേക്ക് ആഡ്. ഓക്കെ, അപ്പോൾ ക്ലോസിംഗ് ബ്രാക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം, ഓപ്പണിംഗ് ബ്രാക്കറ്റ് വരെയുള്ള കാര്യങ്ങളെ പുറത്തേക്ക് എടുത്ത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പോസ്റ്റ്ഫിക്സിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റിനെ നമുക്ക് കളയണം. അങ്ങനെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടി കണ്ടോ. അപ്പോൾ മുൻപ് ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റും ഒരു പ്ലസും ഇങ്ങനെയായിരുന്നു സ്റ്റാക്ക്. പ്ലസിനെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റിനെ കളഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും നമ്മൾ സ്കാനിങ് കണ്ടിന്യൂ ചെയ്യാണ്. സ്കാനിങ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് അത് കഴിഞ്ഞാൽ സ്കാനിങ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ കാണുന്നത് മൈനസ് ഓപ്പറേറ്ററിനെയാണ്. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാക്കിൽ നമ്മൾ ചെക്ക് ചെയ്യും, ഓപ്പറേറ്റേഴ്സ് വേറെ ആരെങ്കിലും ഉണ്ടോ നോക്കും. സ്റ്റാക്കിൽ ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഓപ്പറേറ്ററിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും. വീണ്ടും സ്കാൻ ചെയ്തു, നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. അഗെയിൻ ഓപ്പണിംഗ് ബ്രാക്കറ്റ് കംസ്, we know that we have to push it onto the stack. അത് കഴിഞ്ഞാൽ ഓപ്പറാൻഡ് ആണ്, പോസ്റ്റ്ഫിക്സിലേക്ക് നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്തു. അത് കഴിഞ്ഞാൽ ഓപ്പറേറ്റർ ആണ്. ഓപ്പറേറ്റർ ആകുമ്പോൾ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ നമ്മൾ നോക്കി, ഇപ്പോൾ കണ്ട ഓപ്പറേറ്ററിനേക്കാളും ഹയർ പ്രൊസീഡൻസ് ഉള്ള ഓപ്പറേറ്റേഴ്സ് ആരെങ്കിലും സ്റ്റാക്കിൻ്റെ ടോപ്പിലുണ്ടോ എന്ന് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ആരുമില്ല, ഒരു ഓപ്പണിംഗ് ബ്രേസസ് ആണ് കാണുന്നത് അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ആരെയും പോപ്പ് ചെയ്യാനില്ല. അപ്പോൾ നേരെ നമുക്ക് ഇപ്പോൾ കിട്ടിയ സ്ലാഷിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. അത് കഴിഞ്ഞ് ഇ എന്ന് പറഞ്ഞ ഓപ്പറാൻഡിനെ കണ്ടു. ഇ എന്ന് പറഞ്ഞ ഓപ്പറാൻഡിനെ കാണുമ്പോൾ നമുക്ക് ജസ്റ്റ് പോസ്റ്റ്ഫിക്സിലേക്ക് ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അത് ആഡ് ചെയ്ത് വെച്ചു. വീണ്ടും ക്ലോസിംഗ് ബ്രേസസ് വന്നു. ക്ലോസിംഗ് ബ്രേസസിൽ എന്താണ് പറയുന്നത്, we have to pop and add to the postfix expression all the operators until an opening bracket is encountered.
അപ്പോൾ സ്ലാഷിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു, പിന്നെ ഓപ്പണിംഗ് ബ്രാക്കറ്റിനെ കണ്ടു, അപ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അതായത് നമ്മൾ ആ ഓപ്പണിംഗ് ബ്രാക്കറ്റിനെ എന്ത് ചെയ്തു, കളഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്ലോസിംഗ് ബ്രാക്കറ്റ് കൂടിയാണ് കാണുന്നത്. സോ അഗെയിൻ വി ഹാവ് ടു പോപ്പ് ആൻഡ് ആഡ് ടു ദ പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ all the operators on the stack top and remove the opening bracket. വീണ്ടും നമ്മളുടെ സ്കാനിങ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് അറിയാം നൾ ക്യാരക്ടർ എത്തും, നമ്മൾ സ്കാനിങ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. സോ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു, ഒരു പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ കിട്ടുന്നു. സോ ആസ് എ കൺക്ലൂഷൻ നമുക്ക് ഒന്നും കൂടി ആ സ്റ്റെപ്സ് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇൻഫിക്സ് എക്സ്പ്രഷൻ്റെ എൻഡിൽ ഒരു ക്ലോസിംഗ് ബ്രേസസ് ആഡ് ചെയ്യണം. കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. അത് കഴിഞ്ഞ് വി ഹാവ് ടു സ്കാൻ ദി ഇൻഫിക്സ് എക്സ്പ്രഷൻ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അൺടിൽ ദ നൾ ക്യാരക്ടർ ഈസ് ഫൗണ്ട്. സോ അങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ 4 കമ്പോണൻസ് കാണാം, അവരെ നമുക്ക് ഓരോ രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. If an opening bracket is encountered, push it onto the stack. If an operand is found, add it to the postfix expression. If an operator is encountered, pop and add to the postfix expression all the operators which have higher or equal precedence than the operator encountered. പുഷ് ദ ഓപ്പറേറ്റർ ഫൗണ്ട് നൗ ടു ദ സ്റ്റാക്ക്. അതായത് ഒരു ഓപ്പറേറ്റർ കണ്ടാൽ സ്റ്റാക്കിൽ പോയി നമ്മൾ നോക്കണം, സ്റ്റാക്കിൽ ഇപ്പോൾ കണ്ട ഓപ്പറേറ്ററിൻ്റെ അതേ പ്രസിഡൻസോ ഹയർ പ്രസിഡൻസോ ഉള്ള ആരെങ്കിലും ഉണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ അവരെയൊക്കെ പുറത്തെടുത്ത് പോസ്റ്റ് ഫിക്സിൻ്റെ കൂടെ ആഡ് ചെയ്തതിന് ശേഷം മാത്രം ഇപ്പോൾ കിട്ടിയ ഓപ്പറേറ്ററിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. ഇനി ക്ലോസിംഗ് ബ്രാക്കറ്റ് കണ്ടാലോ, ഓപ്പണിംഗ് ബ്രാക്കറ്റ് കാണുന്നത് വരേക്കുള്ള ഓപ്പറേറ്റേഴ്സിനെ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്തിട്ട് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് കളയണം സ്റ്റാക്കിൽ നിന്ന്. ഇങ്ങനെ 4 കമ്പോണൻസിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അവസാനം ഇൻഫിക്സിൻ്റെ നൾ ക്യാരക്ടർ എത്തുമ്പോൾ കറസ്പോണ്ടിങ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ സ്റ്റോർ ചെയ്യാൻ വെച്ചിട്ടുള്ള അറയിൽ നമുക്ക് കറസ്പോണ്ടിങ് പോസ്റ്റ്ഫിക്സ് എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.